നമ്മുടെ ഈ ബിഗ് ബോസിലെ താരം റോബിൻ രാധാകൃഷ്ണൻ ഈയിടെ വന്ന് കാർ ആക്സിഡന്റ് ഉണ്ടായില്ലേ, നിങ്ങൾ കണ്ടായിരുന്നു? ആ വളവ്, ഈ വളവ്, ഈ വളവ്. അപ്പൊ അന്നേരം ഇവിടെ കുറെ വണ്ടികൾ പോയിട്ടുണ്ട് കേട്ടോ, കുറെ വണ്ടികൾ താഴെ പോയിട്ടുണ്ട്, ഇവിടെ ഇടിച്ചു കിടന്നിട്ടുണ്ട്, ലോറി മറിഞ്ഞ് കിടപ്പുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജില് ഒരു ലോറി മറിഞ്ഞ് കിടക്കുന്ന വീഡിയോ കിടപ്പുണ്ട്. അത് ഈ വളവിൽ തന്നെയാണ്, പാലാ തൊടുപുഴ മെയിൻ റോഡാണ്. അപ്പൊ ഇവിടുത്തെ ആക്സിഡന്റുകൾ തന്നെ നമ്മുടെ ചാനലിൽ കുറെ കിടപ്പുണ്ട്. വെച്ചാൽ നിങ്ങൾ മഴയത്തൊക്കെ ഈ റോഡിൽ വരുവാണെങ്കിൽ സൂക്ഷിച്ചു വരണം. അറിയത്തില്ല, അത് ഫസ്റ്റ് ടൈം വരുന്നവരാണ് കൂടുതൽ ഈ റോഡിൽ ആക്സിഡൻസ് ഉണ്ടാക്കുന്നത്. ഒന്നാമത് നമ്മുടെ ചാനലിൽ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ വഴികളൊക്കെ തെളിയുന്നതല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളാൽ പറ്റുന്ന രീതിയിൽ ഈവൻ നമ്മുടെ മന്ത്രിക്ക് വരെ നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി റിപ്ലൈ വന്നായിരുന്നു, വഴികളൊക്കെ ശരിയാക്കാം, അടിപൊളിയാക്കാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു 5-6 മാസമായി, ഇതുവരെ ഒരു അനക്കവും ഇല്ല, എല്ലാം തിരുമ്പെടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഈ റോഡിൽ വഴിവളക്കുകളില്ല, അത്യാവശ്യം നല്ല സ്മൂത്ത് റോഡാണ്. ഇടയ്ക്കുള്ള വളവുകളിൽ നമ്മൾ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ മഴയാണെങ്കിൽ തെന്നി പോവും, ഉറപ്പാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ വരുമോട്ടെ. ഈ വഴിയിൽ നമ്മുടെ നാട്ടിലെ വഴിയാണ് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞ മൊത്തം മഴയാ. പാലായിക്ക് പോയിട്ട് ഇപ്പൊ കരിങ്കുന്നം വരെ പോയിക്കൊണ്ടിരിക്കുവാണ്. പാലായിൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പൊ കാണുന്ന ഈ ഹാൻഡ് റെയിൽ പോലത്തെ ബാരിയർ വേലി ആ ആക്സിഡന്റിന് ശേഷം വെച്ചതാണ് കേട്ടോ. അതിന് മുമ്പുണ്ടായിരുന്നത് മറ്റു വണ്ടികളൊക്കെ വന്ന് ഇടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഈ വഴി വരുന്നവർ തീർച്ചയായിട്ടും സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ. വളരെ നല്ല വഴിയാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് കാല് കൊടുക്കാനും കൈ കൊടുത്ത് സ്പീഡിൽ പോരാനും ഒക്കെ തോന്നും. പക്ഷേ വളവുകളിൽ വരുമ്പം ഇങ്ങനെയുള്ള ഡേഞ്ചറുണ്ട്, പ്രത്യേകിച്ച് മഴയുള്ളപ്പം. നിങ്ങളുടെ നാട്ടിലെ മഴയാണെന്ന് കരുതുന്നു, ഞങ്ങളുടെ നാട്ടിലെ മഴയാണ്. മുമ്പോട്ട് കാണിക്കൂ. ഇപ്പൊ റോബിന്റെ വണ്ടി ഇടിച്ച വളവ് ഉണ്ടല്ലേ, അതിനൊരു 3-4 വളവ് താഴെയാണ് ഒരു 2ഓളം KSRTC ബസ് ഒരേ മറ്റ് തന്നെ പോയി ഇടിച്ചൊരു വളവ്. ഈ താഴെ കിടന്നോട്ട് നോക്കിയേ, ആ താഴെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇടിച്ചു തീർപ്പിച്ചു പല വണ്ടികളായിട്ട്, ലോറി ആയിട്ടും ബസ്സായിട്ടും ഒക്കെ. കാരണം നല്ല ഇറക്കമാണ്, നേരെ വന്നിട്ടൊക്കെ ഇങ്ങനെ മണമണാന്നുള്ള വളവാ. ഈ വീപ്പ വെച്ചേക്കത്തൊരു വെയിറ്റിംഗ് ഷെഡ് ആയിരുന്നു, അത് മൊത്തം ഇടിച്ചു തീർപ്പിച്ചതാ. ഇവിടുന്ന് നേരെ താഴോട്ട് KSRTC ബസ് 2 പോയിട്ടുണ്ട്, ലോറി ആണെങ്കിലും താഴോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളവുകൾ നിറഞ്ഞൊരു റോഡാണ്, സ്മൂത്ത് വഴിയാണ്. സൂക്ഷിച്ച് വന്നാൽ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാം, സൂക്ഷിക്കാതെ വന്നാൽ അടിപൊളിഞ്ഞ് വണ്ടിയായിട്ട് പോവാം.